കേരള വിഷൻ ന്യൂസിലിനി വാർത്താ നേരം. വാർത്തകൾ തത്സമയം യൂട്യൂബിൽ കാണാൻ കേരള വിഷൻ ന്യൂസ് 24/7 സന്ദർശിക്കുക. ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ട്വിറ്ററിലും ഞങ്ങളെ ഫോളോ ചെയ്യാം. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. പ്രതിപക്ഷ പ്രതിഷേധത്തിൽ ഇന്നും നിയമസഭ സ്തംഭിച്ചു. ചട്ടവിരുദ്ധ പ്രവർത്തനങ്ങൾ ആവർത്തിച്ചാൽ കർശന നടപടിയെന്ന് പ്രതിപക്ഷത്തിന് സ്പീക്കറുടെ മുന്നറിയിപ്പ്. പ്രധാന ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെന്ന് പ്രതിപക്ഷ നേതാവ്. ഷാഫി തോൽക്കുമെന്ന പരാമർശം സ്പീക്കർ പിൻവലിച്ചു. ബഹളത്തിനിടെ സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. LDFന് തിരിച്ചടി. ദേവികുളം MLA A രാജയുടെ തെരഞ്ഞെടുപ്പ് ഹൈക്കോടതി റദ്ദാക്കി. സംവരണ സീറ്റിൽ മത്സരിക്കാൻ രാജയ്ക്ക് യോഗ്യതയില്ലെന്ന വാദം അംഗീകരിച്ചു. ഹൈക്കോടതി ഉത്തരവ് UDF സ്ഥാനാർത്ഥി D കുമാറിന്റെ ഹർജിയിൽ. വിധിക്കെതിരെ CPM സുപ്രീം കോടതിയെ സമീപിക്കും. കേന്ദ്രത്തെ പിന്തുണയ്ക്കുമെന്ന തലശ്ശേരി ആർച്ച് ബിഷപ്പിന്റെ പ്രസ്താവന BJP നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം. ജില്ലാ നേതാക്കൾ മാർ ജോസഫ് പാംപ്ലാനിയെ കണ്ടത് കഴിഞ്ഞ ചൊവ്വാഴ്ച. കൂടിക്കാഴ്ചയുടെ ദൃശ്യങ്ങൾ പുറത്ത്. ഭരണപ്രതിപക്ഷ പ്രതിഷേധത്തിൽ പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധം. ഇരുസഭകളും 2 മണിവരെ പിരിഞ്ഞു. അദാനി വിഷയത്തിൽ JPC അന്വേഷണം ആവർത്തിച്ച് പ്രതിപക്ഷം. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ യുവതിയോട് ലൈംഗിക അതിക്രമം നടത്തിയ പ്രതി MM ശശീന്ദ്രൻ അറസ്റ്റിൽ. ആശുപത്രി ജീവനക്കാരനായ ശശീന്ദ്രനെ സസ്പെൻഡ് ചെയ്തു. നടപടി പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് പരിഗണിച്ച്. വനിതാ പ്രീമിയർ ലീഗിൽ ഇന്ന് 2 മത്സരങ്ങൾ. ആദ്യ മത്സരത്തിൽ ഗുജറാത്ത് ജയിൻസും UP വാരിയേഴ്സും ഏറ്റുമുട്ടും. 7:30 നടക്കുന്ന 2ാം മത്സരത്തിൽ ഡൽഹി മുംബൈ പോരാട്ടം.